തികഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് പിരിയുന്നത്. 1995 ഓഗസ്റ്റ് 25 ഈ കോളേജ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നത്തെ കൊമേഴ്സിലെ ഏക അധ്യാപകനായിട്ട് തുടക്കം മുതലുണ്ട്. ഈ 30 വർഷത്തിനിടയിൽ ഒരുപടി കുട്ടികളെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി. കോളേജിൻ്റെ തുടക്കം മുതൽ ഇപ്പം ഉത്തര മലബാറിലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളിൽ റിസൾട്ടിലൊക്കെ മികച്ച ഒരു കോളേജായിട്ട് ഈ കോളേജ് മാറി. ആ ഒരു സമയത്ത് പടിയിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്, ആത്മസംതൃപ്തിയുണ്ട്. കോളേജിലെ മാറ്റങ്ങൾ തുടക്കത്തിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൽ ചെറിയ ഒരു തടസ്സങ്ങളൊക്കെ നേരിട്ടു എങ്കിലും പിന്നീട് പി എ റഹ്മാൻ സാഹിബ് ഇതിൻ്റെ ചെയർമാനായിട്ട് വന്നതിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു കുതിച്ചുചാട്ടം കോളേജിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായും റഹ്മാൻ സാഹിബിൻ്റെ വിയോഗം കോളേജിന് ഒരു തീരാ നഷ്ടമാണ്. പക്ഷേ അതിന് ശേഷമുള്ള നമ്മുടെ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സും അടിയോട്ടലിൻ്റെയും അതുപോലെ PPA അമീദ് ഖാൻ്റെയും നേതൃത്വത്തിലുള്ള ഗവേണിംഗ് ബോഡി മെമ്പേഴ്സും നല്ല രീതിയിൽ തന്നെ ഫണ്ട് മൊബിലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് കാണുന്ന മികച്ച ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ കോളേജിൽ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതൊരു കോളേജിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബും മറ്റുള്ള സൗകര്യങ്ങളും നമ്മുടെ കോളേജിൽ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നാക്കിൽ 2016 ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് B ഗ്രേഡ് ഉണ്ടായിരുന്നു. അന്ന് 2.48 ആയിരുന്നു. പിന്നീട് 2023 ഞാൻ ചാർജ് എടുത്തത് 22-ലാണ്. 23-ലാണ് നാക്കിൻ്റെ വിസിറ്റ് വരുന്നത്. ആ ഒരു വിസിറ്റിൽ അപ്പോഴേക്ക് കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ ഒരു SSR പ്രിപ്പയർ ചെയ്ത് നമ്മുടെ നാക്കിൻ്റെ പിയർ ടീമിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അധ്യാപകരുടെ ഒരു കൂട്ടായ പരിശ്രമം, നമ്മുടെ മുൻ പ്രിൻസിപ്പൽ മമ്മൂട്ടി സാറിൻ്റെയും അതേപോലെ തന്നെ മറ്റ് അധ്യാപകരുടെയും മുൻ അധ്യാപകരുടെയും അതുപോലെ കോളേജിലുള്ള അധ്യാപകരുടെയും ഒക്കെ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടാണ് അന്നത്തെ നമ്മുടെ A ഗ്രേഡ് എന്ന് പറയുന്നത്. 3.13ഓടുകൂടി കോളേജിന് A ഗ്രേഡ് കിട്ടി എന്നുള്ളത്. അത് ആ ഒരു ഏപ്രിൽ മാസം നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് അതുപോലെ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് അങ്ങേയറ്റം പ്രവർത്തിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇനി അടുത്ത 4 വർഷം കഴിയുമ്പോൾ ഈ കോളേജ് A+ അല്ലെങ്കിൽ A++ലേക്കുള്ള കുതിച്ചുചാട്ടത്തിലേക്കാണ് തയ്യാറെടുക്കുകയാണ്. റിസൾട്ടിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത നാക്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു ഗ്രേഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ അത് ബഹുഭൂരിപക്ഷവും ഗൾഫ് കൺട്രീസിലാണ് വർക്ക് ചെയ്യുന്നത്. 1995 ആദ്യ ബാച്ച് മുതലുള്ള വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലുണ്ട്, അതുപോലെ ഇംഗ്ലണ്ടിലുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും ഗൾഫ് കൺട്രീസിലാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 16 ഞാൻ അവരുടെ ഒരു ആനുവൽ ഗെറ്റ് ടുഗദറിൽ പങ്കെടുത്തിരുന്നു. 1995 മുതൽ 2002 വരെ ഉള്ള ബാച്ചിലെ കുട്ടികളെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഏകദേശം 350-ലേറെ വിദ്യാർത്ഥികൾ ആ ഒരു ഗെറ്റ് ടുഗദറിൽ പങ്കെടുത്തു. അവർ എല്ലാവരും തന്നെ നല്ല ഒരു പൊസിഷനിൽ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പല സ്ഥലത്ത് നല്ല പൊസിഷനിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലേസ്ഡ് ആണ്. തീർച്ചയായിട്ടും എനിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി എനിക്ക് ഈ കോളേജ് തന്നിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ 1995 ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഈ കോളേജിൽ എനിക്ക് അങ്ങേയറ്റത്തെ പരിഗണന കിട്ടിയിട്ടുണ്ട്. അത് അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും എപ്പോഴും ഞാനെന്ന വ്യക്തിക്ക് ഒരു പരിഗണനയും സ്നേഹവും കിട്ടിയിട്ടുണ്ട്. അതുതന്നെ കൂടുതൽ ഈ കോളേജിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടാണ് പടിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ സംതൃപ്തിയുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള പ്രയാസങ്ങളാണ് പലപ്പോഴും മറ്റു കോളേജിലുള്ള പ്രിൻസിപ്പൽമാർ പലപ്പോഴും ഷെയർ ചെയ്യാറ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുള്ളത് ഞാനെന്ന വ്യക്തിയുടെ ഒരു ഭാഗ്യം തന്നെയാണ്.
കാരണം കല്ലിക്കണ്ടി കോളേജിൽ ഒരു പ്രിൻസിപ്പൽ എന്ന രീതിയിൽ 3 വർഷം പ്രവർത്തിച്ച ഈ കാലയളവിൽ വിദ്യാർത്ഥികളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിന് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാക്കാത്ത രീതിയിൽ അവരുടെ ഒക്കെ അംഗീകാരം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം. വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഈ ഒരു 3 വർഷം ഉണ്ടാക്കിയിട്ടില്ല. ഏറെ സ്നേഹിക്കുന്ന, ഏറെ നല്ല ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഇടപെട്ട് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ അത് സ്വീകരിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന വളരെ നല്ല ഒരു സ്നേഹം നൽകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഈ വർഷങ്ങളിലൊക്കെ ഇവിടെ പഠിച്ചിറങ്ങിയത്. അതുപോലെ തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിരിക്കുമ്പോഴും എനിക്ക് ലഭിച്ചത് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണ്ണ പിന്തുണയാണ്, അവരുടെ സ്നേഹമാണ്. ആ സ്നേഹം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അധ്യാപകനായതിൽ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ്. കാരണം ഇത്രയും കാലത്തുള്ള കുട്ടികൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നു, പരിഗണിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആ കുട്ടികളോട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം അവരുടെ സ്നേഹം ആണ് ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. ലോകികനാഥനെ വാഴ്ത്തുന്നു ഞങ്ങളും, കാരുണ്യമേകുന്ന രക്ഷകാ നിൻ കൃപാ പൂരം നിരന്തരം വർഷിക്ക ഞങ്ങൾ. നിന്നോട് മാത്രം നിവേദം, നേരായ മാർഗം തെളിക്കണേ രക്ഷകാ, നേരായ മാർഗം തെളിക്കണേ. നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ ടി മജീദ് സാറിൻ്റെ ഒരു യാത്രയപ്പ് ചടങ്ങിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ എല്ലാ ശൈശവ ദശകളിലും നമ്മളെ കോളേജിനെ ഉയർത്താനും നമ്മുടെ കോളേജിൽ ആരംഭഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തരണം ചെയ്തുകൊണ്ട് കോളേജിനെ ഇന്ന് ഈ നിലയിൽ കാണുന്ന നിലയിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം, കോളേജിൽ പഴയ കാലങ്ങളൊക്കെ ഒരുപാട് സംഘടനകളും ഒക്കെ നിറഞ്ഞിരുന്ന കാലഘട്ടമായിരുന്നു. ആ സന്ദർഭങ്ങളൊക്കെ വളരെ രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാ കാര്യങ്ങളും അച്ചടക്കം നിലനിർത്താനും അദ്ദേഹം വഹിച്ചിരുന്ന പങ്ക് വളരെ വലുതായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം നമ്മളെ കോളേജിലെ പ്രിൻസിപ്പളാണ്. ഈ കോളേജിൻ്റെ ഓരോ തുടിപ്പും അറിയുന്ന, ഓരോ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഇടപെടുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനാണ് മജീദ് സർ. വിദ്യാർത്ഥികളെ എത്ര വഴക്ക് പറഞ്ഞാലും വിദ്യാർത്ഥികൾക്കുള്ള ഇഷ്ടം കൂടുകയേ ചെയ്യുന്നുള്ളൂ. നമ്മളൊക്കെ വിദ്യാർത്ഥികളെ അച്ചടക്കത്തിൻ്റെ ഭാഗമായി ചില സന്ദർഭങ്ങളിൽ വഴക്കും ഒക്കെ പറയാറുണ്ട്. പക്ഷേ മജീദ് സർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അധ്യാപകനോട് ഒരു ദേഷ്യം ആ സംഭവം ഉണ്ടാവില്ല. ഇഷ്ടം, സ്നേഹം കൂടി വരികയുള്ളൂ. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ സാധാരണ അധ്യാപകൻ്റെ ബർത്ത്ഡേ എന്നും ഒരു വിദ്യാർത്ഥികളും കഴിക്കാറില്ല. മജീദ് സാറിൻ്റെ ബർത്ത്ഡേ കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് 12 മണിക്കാണ്, പുലർച്ചെ 12 മണിക്കാണ് കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ ബർത്ത്ഡേ ആഘോഷിക്കാറ്. അത് കാണിക്കുന്നത് തന്നെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ്. എത്ര വഴക്ക് പറഞ്ഞാലും കുട്ടികൾക്ക് സ്നേഹം കൂടി വരും. അത് മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികളായാലും ഇവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായും അദ്ദേഹത്തോടുള്ള ഇഷ്ടം, സ്നേഹം എന്നും നിലനിർത്തിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 തവണ ദുബൈയിൽ അലൂമിനിയുടെ പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതും അതുകൊണ്ട് മാത്രമാണ്.
ഇത്രയധികം വിദ്യാർത്ഥികളാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു അധ്യാപകനെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പ്രയാസമാണ്. 1995 മുതൽ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള എല്ലാ ബാച്ചിലെയും വിദ്യാർത്ഥികൾ ഒന്നുപോലെ ആദരിക്കുന്ന, ഒന്നുപോലെ സ്നേഹിക്കുന്ന, ഇന്നുള്ള വിദ്യാർത്ഥികളും ഏറെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ളത് മജീഷിന് മാത്രം അവകാശപ്പെട്ട ഒരു സംഭവമാണ്. ഇത്തരം അധ്യാപകൻ നമുക്ക് കാണാൻ കഴിയില്ല. 2022 വരെ മജീഷ് സാർ എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ കോമേഴ്സ് വിഭാഗത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. പിന്നീട് അദ്ദേഹം പ്രിൻസിപ്പളായി വന്നപ്പോൾ അദ്ദേഹം കോളേജിലെ മൊത്തത്തിൽ കോളേജിലെ ഒരു സ്വകാര്യ അഹങ്കാരമായി മാറിയ ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം ഈ കോളേജിൽ നിന്നും വിരമിക്കുന്നു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരാണ് വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും അധ്യാപകന്മാരും ഒക്കെ. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രായപരിധി നിയമം അനുസരിച്ച് അദ്ദേഹം വിരമിച്ചേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒരിക്കലും തന്നെ വിശ്രമ ജീവിതമായിരിക്കില്ല. കോളേജ് കമ്മിറ്റി തന്നെ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലുള്ള കൂടുതൽ വലിയ പദവികളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് കൂടുതൽ നല്ല പദവിയിലുള്ള സംഭവങ്ങൾ എഡ്യൂക്കേഷൻ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം വിരാജിക്കാൻ കഴിയും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും മാനേജ് കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞുകൊണ്ട്, അദ്ദേഹം അത് നിരാകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും ഈ യോഗത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്ട ജീവിതം ഏറ്റവും വലിയ സന്തോഷപ്രദമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറെ തിരക്കിനിടയിലും നമ്മൾക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഷാഫി പറമ്പിൽ MP-യെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 30 വർഷം 30 years അറ്റ് എ സ്ട്രെച്ച് ഇൻ എ കോളേജ്. 3 പതിറ്റാണ്ട് കാലം ഒരു കോളേജിന് വേണ്ടി പ്രവർത്തിക്കുക, ഒരു കോളേജിന് വേണ്ടി ജീവിക്കുക, 3 പതിറ്റാണ്ട് കാലത്ത് വിദ്യാർത്ഥി സമ്പത്ത് കൂടെ ഉണ്ടാവുക, ഈ നാട്ടിലും വിദേശത്തുമായി അതങ്ങനെ പടർന്ന് പന്തലിച്ച് പാരാവാരം പോലെ നിൽക്കുമ്പോൾ, ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന മുഴുവൻ സാറ്റിസ്ഫാക്ഷനും ഈ മുറ്റത്തുനിന്ന് നേടിയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഉള്ള ഓരോ ഘട്ടത്തിൽ ഇവിടെ പരിപാടികൾക്ക് വരണം പുള്ളി വിളിച്ച ഇൻട്രാക്ഷൻസിന് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡേറ്റ് തീരുമാനിച്ചു, അത് നടന്നില്ല. വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റികളൊക്കെ തീരുമാനിച്ചു, അതൊന്നും നടന്നില്ല. പക്ഷെ എനിക്കിപ്പം സന്തോഷമുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമിന് തന്നെ ഇവിടെ വരാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അതിയായിട്ടുള്ള അഭിമാനമുണ്ട്. ഞാൻ ഇവിടെ പ്രിയപ്പെട്ട അമീർക്ക് ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരനായിട്ടുള്ള അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അത് ഒരു അനിവാര്യതമായി ടെക്നിക്കലി ഒരു അനിവാര്യതയാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തിലും ക്യാമ്പസിൻ്റെയും ഈ മേഖലയിലെ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ മജീഷ് സാറുടെ സേവനം ഇനിയും ക്യാമ്പസിന് ഉണ്ടാവുമെന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട ഹമീദ് ഖായുടെ അനൗൺസ്മെൻറ്റിനെ, ഡിക്ലറേഷനെ ഹാർദമായി സ്വാഗതം ചെയ്യാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 104 കുട്ടികൾ തുടങ്ങുന്ന ഒരു സംരംഭം 1995 ആരംഭിച്ചു. ഇന്ന് 2020 ഷാഫി പറമ്പിൽ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി കോളേജ് പ്രിൻസിപ്പൽ മജീദ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We are privileged to have with us today as our chief guest the dynamic leader, a youth icon and an inspiring personality, Honorable. So much value to this occasion and we are truly honored to have you with us today. സാറിനുള്ള ഉപഹാരം നൽകുന്നതിനായി MEF ട്രഷറർ R. അബ്ദുള്ള മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Dr. Majish, today we gather here with mixed emotions to bid farewell to a remarkable leader, an exceptional educator and a guiding force of our institution, Dr. Majish, as he prepares to retire from his illustrious service on the 31st of March 2025. This moment is not just a farewell, it is a celebration of an extraordinary journey spanning 3 decades of dedication, commitment and passion. The humble beginnings. Born on the 16th of January 1969 in the serene village of Iringal, Vadagara Taluk, Kozhikode district, Dr. Majish grew up in a modest yet nurturing environment.
the son of Sri Kanaran and Srimati Devi, he imbibed the values of perseverance and integrity from an early age. His educational journey commenced at Iringal LP School, followed by Kunyali Marakar High School, where his keen intellect and unwavering dedication began to shine. After completing his pre-degree BCom and MCom from the prestigious Madapalli Government College, he embarked on a teaching career that would go on to shape the lives of thousands. From 1991 to 1995, he served as a lecturer in Mercy College, Vadagara, laying the foundation for what was to become an extraordinary career in academia, a life dedicated to teaching and leadership. In 1995, fate had a grander plan for him. Having qualified the UGC NET with JRF, he joined NM College, Kallikandi as a lecturer in commerce on the 25th of August 1995. At that time, the college was in its infancy, and he was the 6th faculty member to join. He not only became a founding pillar of the Commerce Department, but also its first head of the department. കഴിഞ്ഞ 30 കൊല്ലം പല അവസരങ്ങളിലും ഇതുപോലെ പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഔപചാരികമായി, ഇത് ചിലപ്പോൾ അവസാനത്തെ വേദിയാവാം. തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ 30 വർഷം ഈ കോളേജിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. 1995 UGC നെറ്റ് ക്വാളിഫൈ ചെയ്തപ്പോൾ എൻ്റെ മുമ്പിൽ പല കോളേജുകളുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അന്ന് ആരംഭിച്ച MG കോളേജ് ഇരട്ടി, എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന SNDP യോഗം കോളേജ് കൊയിലാണ്ടി, മുട്ടിൽ കോളേജ്, അതുപോലെ NAM കോളേജ്, ഈ 4 ഓപ്ഷൻസിൽ ഒന്ന് സെലക്ട് ചെയ്യാം എന്നൊരവസ്ഥ ഏറെക്കുറെ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആദ്യം ഇൻ്റർവ്യൂ നടന്നത് കല്ലിക്കണ്ടി NAM കോളേജിലായതുകൊണ്ട് തന്നെ ഞാനിവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നെടുത്ത തീരുമാനവും അന്ന് ആദ്യം ഇൻ്റർവ്യൂ നടന്നത് ഇവിടെയായി എന്നുള്ളതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഒരു വെറും വാക്കല്ല. ഈ 30 വർഷത്തിനിടയിൽ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, അത് ഞാൻ പഠിപ്പിച്ച കൊമേഴ്സ് വിദ്യാർത്ഥികളെന്നില്ല,
ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹിസ്റ്ററി വിദ്യാർത്ഥികളായാലും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായാലും മറ്റ് പോളിമർ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളായാലും ഇത്രയും കാലം അവർ നൽകിയ സ്നേഹവും പരിഗണനയും ഈ 30 വർഷത്തിനിടയിൽ ഏതൊരു അധ്യാപകനും കൊതിക്കുന്നതാണ്, അസൂയയോടെ നോക്കിക്കാണുന്നതാണ്. അതെനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എന്നെയും കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഈ യാത്രയപ്പ് സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. നീണ്ട 30 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ ഇന്നീ കാണുന്ന ഈ നിലയിലേക്ക് എത്തിക്കുന്നതിൽ കോളേജ് അധ്യാപകനായി അവസാന 3 വർഷക്കാലം കോളേജിൻ്റെ പ്രിൻസിപ്പളായി ഈ മാർച്ച് 31-ാം തീയതി വിരമിക്കുന്ന മജീദ് സർ, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഒരു ടീമായി ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 95 മുതൽ സാറോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ സന്തോഷത്തിലും എല്ലാ ദുഃഖത്തിലും സാറോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് മജീദ് സാറുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം. മാത്രവുമല്ല, ഈ കോളേജിൻ്റെ ഈ 3 വർഷത്തിനിടയിലുണ്ടായിട്ടുള്ള എല്ലാ പുരോഗതിയിലും ഒരു പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഒരുമയോടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സാറുടെ 3 വർഷക്കാലം അല്ലെങ്കിൽ 30 വർഷത്തെ സേവനവും 3 വർഷത്തെ പ്രിൻസിപ്പൽ എന്ന കാലാവധിയും തീർച്ചയായും NIM-ന്റെ ചരിത്രത്തിൽ ഓർക്കപ്പെടും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായിട്ടുള്ള ഷാഫി പറമ്പിൽ MP-ക്ക് ഈ കോളേജ് കമ്മിറ്റിയുടെ പേരിൽ, നിങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മജീദ് സാറ് 2012 മുതലാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. 2012 മുതലുള്ള അനുഭവമാണ്. ഒരു അധ്യാപകൻ എന്നുള്ളതിലുപരി എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് മജീദ് സാറ്. മജീദ് സാറ് എൻ്റെ പല പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളിലും കൂടെ നിന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹമായിട്ട് 30 വർഷത്തോളമുള്ള ഒന്നിച്ചുള്ള സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചത് എന്ന് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. വിദ്യാർത്ഥികളുടെ
പ്രിയപ്പെട്ട അധ്യാപകൻ, അതേപോലെ ഞങ്ങൾ സഹപ്രവർത്തകർക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, അതേപോലെ മജീദ് സാറുമായി ഇതുവരെയും ഉള്ള കാലഘട്ടത്തിൽ വളരെ സൗഹാർദ്ദപരമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. 1996-99 ബാച്ചിലാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. 95 മുതൽ ആരംഭിച്ച NIM കോളേജ് ഞാൻ വിദ്യാർത്ഥിയായി വരുമ്പോൾ 96 മുതൽ 99 വരെ മജീദ് സാറിനെ ഞാൻ കാണുന്നുണ്ട്. അതിനുശേഷവും കഴിഞ്ഞ 10-30 വർഷക്കാലമായി പ്രിയപ്പെട്ട മജീദ് സാറിനൊപ്പം പല പരിപാടികളിലും പലപ്പോഴും കോളേജിൽ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ എന്ന നിലക്കാണ് ഞങ്ങൾ കാണാറ്. ഞങ്ങൾ പലപ്പോഴും പല വിഷയങ്ങളിലും നമുക്ക് നിർദ്ദേശങ്ങൾ തരികയും നമ്മുടെ ജീവിതത്തിൽ അത് വളരെയേറെ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അലുമിനി അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് രൂപീകരിച്ച അന്ന് മുതൽ മജീദ് സാർ ഞങ്ങൾക്ക് ഒരു തുണയായി ഞങ്ങളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 2-3 പരിപാടികളിൽ വിദേശങ്ങളിൽ നടന്ന അലുമിനി അസോസിയേഷൻ്റെ പരിപാടികളിൽ ചീഫ് ഗസ്റ്റായി ഞങ്ങൾ ക്ഷണിച്ചത് പ്രിയപ്പെട്ട മജീദ് സാറെയാണ്. ഈ മജീദ് സാറിൻ്റെ ഈ വിരമിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഈ ഒരു വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും നല്ല ഒരു അധ്യാപനയാണ് അവരുടെ അധ്യാപന ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. Majeed sir is a very beloved friend. He has been the principal of our college for the past 3 years, but more than that, he has been a pillar of the college for the past 30 years. It is a very long and sincere journey through education that he has made. Sir, we'll really miss you, sir. But I know that on April 1st, you will look back and feel it's a journey well done, a job well done. We really miss you, sir. We thank you for everything. You have been an excellent friend, a beloved friend, an excellent teacher, a great HOD, and a fabulous principal. On behalf of the English department and personally, I thank you, sir. And I'd also want to thank Sheeja, Majeed sir's wife, for having given us Majeed sir for 30 years. She has just given up all her time with him, and he has spent most of his time in college. For that, we are grateful to you also, madam. വിദ്യാർത്ഥി ജീവിതത്തിലും എൻ്റെ അധ്യാപക ജീവിതത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആളാണ് മജീദ് സാറ്. സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്ന എൻ്റെ കോളേജ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ PGയും ഡിഗ്രിയും കഴിഞ്ഞ് ഈ NIM കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ സാറിൻ്റെ കൂടെ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നിമിഷമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒട്ടേറെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് സാറ് സ്വാധീനിച്ചിട്ടുണ്ട്. സാറിനോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ തീരുമില്ല. അപ്പോൾ സാറിന് നല്ലൊരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുന്നു. മജീദ് സാറിൻ്റെ കൂടെ ഒരു 3 വർഷം ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം മജീദ് സാറിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യരുടെ കൂടെ നിൽക്കാനുള്ള ഒരു കഴിവാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച പല വിഷമ ഘട്ടങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഒരു സ്ത്രീ അല്ലാതിരുന്നിട്ട് പോലും അത് വളരെയധികം സെൻസിബിലിറ്റിയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് തന്നിട്ടുള്ള ആളാണ് മജീദ് സാർ. ആസ് എ ടീച്ചർ കടന്നു പോകുന്ന ഓരോ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരനായ, സഹപ്രവർത്തകർക്ക് ഏറെ പ്രിയങ്കരനായ, ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ഒരു മാഷ് ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ എല്ലാവിധ ആശംസകളും. മജീദ് സാറിൻ്റെ ഇന്ന് കോളേജ് ഒഫീഷ്യലായിട്ട് റിട്ടയർമെൻറ്റ് ഫെയർവെൽ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർക്കാനുള്ളത് കോളേജ് യൂണിയൻ്റെയും അതേപോലെ യൂണിറ്റ് MSFൻ്റെയും ഒരുപാട് കാര്യങ്ങളായിട്ട് മജീദ് സാർ അടുത്ത് പോകുമ്പോൾ ഏറ്റവും സ്വീകാര്യതയോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുകയും അതിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിൽ തന്നെ മജീദ് സാർ ഞങ്ങളെ ശകാരിക്കുകയും പിന്നീട് മജീദ് സാറെ കാണുമ്പോൾ അതിൻ്റെ യാതൊരു ഗൗരവവും അദ്ദേഹത്തിന് ഉണ്ടാവാറില്ല. ഞങ്ങളെല്ലാവരെയും ഒരു മക്കളെ പോലെ കണ്ടുകൊണ്ടാണ് മജീദ് സാർ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പസിൽ മജീദ് സാർ, ഞാൻ ഈ ക്യാമ്പസിൽ വന്നത് മുതൽ കോളേജ് യൂണിയൻ ചെയർമാനും നിലവിൽ MSFൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മജീദ് സാറുമായി അടുത്തിടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും നല്ലൊരു അനുഭവമായിട്ട് കരുതുന്നു. മജീദ് സാറിൻ്റെ ഈ റിട്ടയർമെൻറ്റ് യാത്രയിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
മജീദ് സർ എന്നത് ഒരു പ്രിൻസിപ്പൽ സാറിനെക്കാട്ടി ഉപരി ഹീസ് വൺ അമംഗ് അസ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ്. എപ്പോഴും നമ്മൾ ഒരു ടീച്ചർ ഒരു പ്രിൻസിപ്പൽ സാറിൻ്റെ റൂമിൽ പോകുമ്പം ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിട്ട് വേണം പല കോളേജസിലും പ്രിൻസിപ്പൽ സാറിനെ മീറ്റ് ചെയ്യാൻ. പക്ഷേ സാറിൻ്റെ വാതിൽ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും തുറന്നിട്ടിരിക്കുക. നമുക്ക് ഡയറക്റ്റ് പോയിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യാം. അത്രത്തോളം ഫ്രീഡം സാർ തന്നിട്ടുണ്ട്. സാർ പ്രിൻസിപ്പൽ സാർ എന്ന ആ ഒരു പൊസിഷൻ മാത്രമല്ല, നമ്മൾ വൺ എമംഗ് അസ് ആയിട്ടാണ് സാർ എപ്പോഴും ഉണ്ടായിരുന്നത്. സർ, യു മേ ബി ലീവിങ് അവർ കോളേജ് ബട്ട് യു വിൽ നെവർ ലീവ് അവർ ഹാർട്ട്സ്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us ആൻഡ് യു വിൽ ഓൾവേസ് ബി എ പാർട്ട് ഓഫ് അവർ NAM ഫാമിലി. കഴിഞ്ഞ 30 വർഷത്തെ സുദീർഘമായ സർവീസിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മജീദ് സാറ് നമ്മുടെ കോളേജിൽ നിന്നും വിരമിക്കുകയാണ്. ഒരു മികച്ച അധ്യാപകൻ എന്ന രീതിയിൽ, വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ അധ്യാപകൻ എന്ന രീതിയിൽ, ഒരു നല്ല മനുഷ്യസ്നേഹി എന്ന രീതിയിൽ, ഒരു നല്ല സഹപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു നല്ല ലീഡർ എന്ന രീതിയിൽ, ഒരു നല്ല പ്രിൻസിപ്പൽ എന്ന രീതിയിൽ, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വിജയം കൈവരിച്ചാണ് മജീദ് സാർ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. തീർച്ചയായും സാറിന് അഭിമാനിക്കാം. എന്നെന്നും NAM-ൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ സാറിൻ്റെ സഹായമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ഡോക്ടർ മജീദ് സാറ് മാർച്ച് 31 ഈ സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുകയാണ്. ഒരുപക്ഷെ ഈ കോളേജുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ മജീദ് സാറ്. സമീപകാലത്ത് കോളേജിനുണ്ടായ അസൂയാവഹമായ പുരോഗതിയിൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് തൻ്റെ എല്ലാ അർത്ഥത്തിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. മജീദ് സാർ ഈ സ്ഥാപനത്തോട് ഇവിടെ പറയുന്നതിൽ വ്യക്തിപരമായിട്ട് ഒരുപാട് വിഷമമുണ്ടെങ്കിലും കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന നിലയിൽ അതിനെ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ മജീദ് സാറുമായിട്ട് ഞാനിവിടെ 2011 ജോയിൻ ചെയ്ത സമയത്തുടൻ തന്നെ ആ സമയം മുതൽ തന്നെ ഏറെ സൗഹൃദത്തിൽ നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരു അധ്യാപകനാണ് ബഹുമാനപ്പെട്ട മജീദ് സാറ്. ഞാൻ മുമ്പേ IKC കോർഡിനേറ്ററായ സമയത്തും നേക്കുമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ വളരെയേറെ സഹായങ്ങൾ സാറ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. സാറ് നല്ല ഗുഡ് ലീഡറാണ്, അതേപോലെ തന്നെ നല്ല മോട്ടിവേറ്ററാണ്. ഞങ്ങളെയൊക്കെ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള അധ്യാപകനാണ് പ്രിൻസിപ്പൽ മജീദ് സാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. മജീദ് സാർ ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു അധ്യാപകനും അതുപോലെ നല്ലൊരു മികച്ച പ്രിൻസിപ്പളുമായിരുന്നു. നമ്മുടെ നാട്ടുകാരനും സഹപ്രവർത്തകരുമായ ഒരു അധ്യാപകൻ എന്ന നിലയിലും പിന്നീട് ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു നമ്മുടെ മജീദ് സാർ. മജീദ് സാർ എനിക്കൊരു തുണയായിരുന്നു. മജീദ് സാർ വടകരയായിരുന്നു, ഞാൻ വടപ്പള്ളി കോളേജുമായിരുന്നു. പക്ഷെ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് മജീദ് സാറെ കൂടെയായിരുന്നു നാട്ടിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു. ഈ ഒരു ഉപകാരം കൂടി മജീദ് സാറിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് മജീദ് സാറെ വിദ്യാർത്ഥികൾക്കും നമ്മൾ 2023-25 PG വിദ്യാർത്ഥികളാണ്. മജീദ് സാർക്ക് എപ്പോഴും PGയിലെ കുട്ടികളോട് പ്രത്യേകം സ്നേഹമുള്ള തോന്നലുണ്ട്. നമ്മളിപ്പോൾ PGൻ്റെ ഭാഗമായിട്ട് എന്ത് പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്തും മജീദ് സാറ് അധികം ഒന്നും ആലോചിക്കാണ്ട് നമുക്ക് പെർമിഷൻ തരാനും, അതുപോലെ തന്നെ MCOM-ലെ കുട്ടികളെ ബാക്കിയുള്ള MS-ലെ കുട്ടികളുണ്ട്, MCOM-ലെ കുട്ടികളുണ്ട്. സാർ MCOM-ലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളെ സ്വന്തം സാറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സാറിൻ്റെ പടിയിറക്കുക എന്നുള്ളത് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നതെങ്കിലും സാറെ വിടവാങ്ങൽ പ്രസംഗമൊക്കെ നല്ല വേദന വരുന്ന വിധത്തിലാണ് സാർ ഈ റിട്ടയർമെൻറ്റ്. നമ്മളെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തത്. അതിന് മുമ്പിട്ട് തന്നെ ഞാൻ ഈ കോളേജിൽ PG ചെയ്യുന്ന സമയത്ത് തന്നെ മജീദ് സാറെ പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് സാറ് PhDക്ക് ലീവ് ചെയ്ത് പോയതുകൊണ്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നീട് 2014 ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ഈ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിട്ട് പിന്നീടുള്ള 10 വർഷങ്ങളിൽ സാറിൻ്റെ കൂടെ നേലുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ കാര്യത്തിലാണെങ്കിൽ സാറിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. പിന്നെ പ്രൊഫഷണലി പറയുകയാണെങ്കിൽ സാറ് നമ്മുടെ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലെ ഒരു ഐഡിയൽ ഐക്കണായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സാറിൻ്റെ എല്ലാ ബിഹേവിയറും, കുട്ടിയോടുള്ള അപ്രോച്ചസും ടീച്ചേഴ്സിനോടുള്ള അപ്രോച്ചസും സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് കപ്പാസിറ്റിയും ഒക്കെ കാണുമ്പോൾ അത് നമ്മുടെ ലൈഫിലും പകർത്താൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ പ്രൊഫഷണൽ സ്കില്ലും എബിലിറ്റിയും ഒക്കെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. 30 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട മജീദ് സർ 95 മുതൽ കൂടെ പ്രവർത്തിച്ച ഒരു അധ്യാപകനാണ്. അതുമാത്രമല്ല കോളേജിലെ
എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും പൊതുവെ കോളേജുകളിൽ ഡിഗ്രി കോളേജുകളിലൊക്കെ പഠിപ്പിച്ച ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ മാത്രം അധ്യാപകർക്ക് പിന്തുണ ഉണ്ടാകുന്ന കാലത്തും എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട അധ്യാപകനായിട്ടാണ് മജീദ് സർ നമ്മളിൽ നിന്ന് നിയമപരമായ സംവിധാനത്തിൻ്റെ ഭാഗമായി പിരിഞ്ഞു പോകേണ്ടി വരുന്നത്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിരിഞ്ഞു പോകൽ വലിയ നഷ്ടമാണെങ്കിലും ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ സേവനം 104 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ NIM കോളേജിൻ്റെ 1200 വിദ്യാർത്ഥികളും വലിയ ബഹുനില കെട്ടിടവുമായി മാറിയ കോളേജിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മജീദ് സർ എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കും. മജീദ് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ 95 മുതൽ എന്ന് പറയുമ്പോൾ കോളേജ് മദ്രസയിലുള്ള കാലഘട്ടം മുതലേ 30 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജോയിൻ ചെയ്ത് ഇപ്പോൾ 30 വർഷം മജീദ് സാറുടെ കൂടെ ഒരു സഹചാരിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മജീദ് സാറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ഒരു അധ്യാപകൻ എന്നുള്ള സ്ഥിതിയിൽ ഒരു രക്ഷിതാവിൻ്റെ വാത്സല്യത്തോടു കൂടി വിദ്യാർത്ഥികളെയും അതുപോലെ സഹപ്രവർത്തകരെയും എന്നും കാണുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതി തന്നെയാണ് മജീദ് സാറുടെ വിജയത്തിൻ്റെ കാരണം. മജീദ് സാറെ ഭാവി റിട്ടയർമെൻറ്റ് ജീവിതത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടുന്നു.